എല്ലാവർക്കും KT ഉദയം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട A to Z കാര്യങ്ങളായിരിക്കും നമ്മളുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. CE കേരളയിൽ വന്ന ഏറ്റവും പുതിയൊരു അറിയിപ്പാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കീം പ്രൊഫൈൽ വെരിഫിക്കേഷനും അതോടൊപ്പം തന്നെ ഡിഫക്റ്റുകളുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസാന തീയതി ഈ മാസം 20 രാത്രി 11:59 വരെ നീട്ടിയിരിക്കുന്നു. ഇതൊരു സുവർണ അവസരമാണ്. നിങ്ങളിതുവരെ പ്രൊഫൈൽ വെരിഫിക്കേഷനും അതോടൊപ്പം തന്നെ ഡിഫക്റ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചെയ്യുക. ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന റിസർവേഷൻ പോലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടാതെ വരുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇത് സുവർണാവസരമാണ്. ആരെങ്കിലും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇത് ചെയ്യുക. CEKerala.gov.in എന്ന സൈറ്റ് വഴി നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിനിലെത്തുമ്പോൾ അവിടെ നിങ്ങൾക്ക് മെമ്മോ അവൈലബിൾ ആയിട്ടുണ്ടാവും. മെമ്മോയിൽ എന്തെങ്കിലും ഡിഫക്റ്റുകളുണ്ടെങ്കിൽ അതിൽ പരാമർശിച്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇത് അപേക്ഷിക്കുന്ന സമയത്ത് അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റിലോ അതല്ലെങ്കിൽ അതിൽ അപ്ലോഡ് ചെയ്ത വർഷം, ആ സർട്ടിഫിക്കറ്റ് എടുത്ത വർഷമോ അതിലെന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിലാണ് നിങ്ങൾക്കതിൽ മെമ്മോയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ തെറ്റുകൾ ഉണ്ടെന്ന് അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റുകളിൽ ഈ തെറ്റുകളുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ്റെ ഡാഷ്ബോർഡിലുള്ള പെർഫോമ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ പോയി കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം ഫോർമാറ്റും അതിനുവേണ്ട സ്പെസിഫിക്കേഷൻസും എന്തെന്നാണ് ഉള്ളതിൻ്റെ PDF ഫയൽ വ്യക്തമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അത് ഫില്ലാക്കിയിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. ഇതിൽ കൂടി പറയുന്നത് ഇതൊരു സുവർണാവസരമാണ്. നിങ്ങൾ അപ്ലോഡ് ചെയ്ത സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മെമ്മോയിൽ കാണാൻ സാധിക്കും. അത് എന്താണെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് എടുക്കുക. നിങ്ങൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റുകളിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് കാണാൻ സാധിക്കും. അത് പെർഫോം എന്ന ഓപ്ഷനിൽ പോവുക, ഡൗൺലോഡ് ചെയ്യുക. അതിൽ പറയുന്ന ഫോർമാറ്റിൽ അത് ഫിൽ ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന റിസർവേഷനും അതുപോലുള്ള മറ്റ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാവുന്ന സാഹചര്യം ഉണ്ടാകും. നിങ്ങൾക്ക് അഡ്മിഷൻ നഷ്ടപ്പെടും എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന റിസർവേഷൻ പോലുള്ള മറ്റ് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആരും വൈകിപ്പിക്കരുത്. ആരെങ്കിലും ഇത് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ എടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് ചെയ്തു തീർക്കുക. ഇതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അവർ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് അവരിലേക്ക് എത്തിച്ച് അവരോടും ഇത് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറയുക. ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക. നന്ദി.